നമസ്കാരം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് തങ്ങളുടെ അഭിമാനമായി കണക്കാക്കുന്ന ഥാർ 5 ഡോറിനെ മഹീന്ദ്ര പുറത്തിറക്കുന്നത്. ഇന്ത്യൻ വാഹന വിപണി ഏറെ നാളായി കാത്തിരുന്ന ഥാർ വന്നപ്പോൾ തന്നെ ഒരുപാട് നേട്ടങ്ങളും അതിന് പിന്നിൽ പറയാനുണ്ടായിരുന്നു മഹീന്ദ്രയ്ക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാഹന ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത് ഥാർ റോക്സിനെ കുറിച്ച് തന്നെയാണ്. എക്സ്റ്റീരിയർ ഡിസൈൻ അപ്ഡേറ്റുകൾ, നവീകരിച്ച ക്യാബിൻ അപ്ഹോൾസ്റ്ററി എന്നിവ കൂടാതെ ഫീച്ചറുകൾ കുത്തി നിറച്ച സ്വന്തമായി ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തിയാണ് ഥാർ റോക്സിന്റെ വരവ് തന്നെ. മുൻഗാമിയായ ഥാർ 3 ഡോറിന്റെ ജനപ്രീതി തീർച്ചയായും ഥാർ റോക്സിന് ഗുണം ചെയ്തുവെന്ന കാര്യവും നമ്മളിവിടെ മറക്കാൻ പാടില്ല. 3 ഡോർ ഥാറിനുണ്ടായിരുന്ന പ്രായോഗിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചും റോക്സ് എത്തുന്നത് വലിയ നേട്ടമാണ് മഹീന്ദ്രയ്ക്ക് നേടിക്കൊടുത്തത്. പിൻസീറ്റ് യാത്രക്കാർക്ക് കൂടുതൽ ഇടം, ലെവൽ 2 അഡാസ്, കരുത്തുറ്റ 4x4 ശേഷി എന്നിവ പുതിയ ഥാർ റോക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പോസിറ്റീവുകൾ ഇത്തരത്തിൽ ഒരുപാട് എടുത്തു പറയാനുണ്ടെങ്കിലും ഥാർ റോക്സിന് ചില നെഗറ്റീവുകളുമുണ്ട്. അത് എത്രത്തോളം ചർച്ചയാകുന്നുണ്ട് എന്നതും പ്രസക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പോൾ നിങ്ങളൊരു ഥാർ റോക്സ് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കാറിൻ്റെ പ്രധാനപ്പെട്ട 3 പോരായ്മകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യം തന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ചാണ്. ഈ ഥാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേർ പറയുന്നൊരു പരാതിയാണ് അതിന് മൈലേജ് കിട്ടുന്നില്ല എന്നൊക്കെ. മഹീന്ദ്രയുടെ ഏതൊരു വാഹനം വാങ്ങും മുൻപ് തന്നെ മൈലേജിനെ കുറിച്ച് കൃത്യമായ ഒരു ശ്രദ്ധ വേണം. ആദ്യം തന്നെ മഹീന്ദ്ര ഥാർ SUVയും ഒരിക്കലും ഇന്ധനക്ഷമതയ്ക്ക് പേര് കേട്ടൊരു വാഹനമല്ല. ഥാർ റോക്സ് ഈ ഒരു പാതയാണ് പിന്തുടരുന്നത്. ശക്തമായ പെട്രോൾ, ഡീസൽ എഞ്ചിനുകളുമായി വരുന്നതിനാൽ തന്നെ ഥാർ റോക്സിന് ഇന്ധനക്ഷമത താരതമ്യേന കുറവാണ്, പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾക്ക്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 10 കിലോമീറ്ററിൽ താഴെയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 12 കിലോമീറ്ററിൽ താഴെയുമാണ് മൈലേജായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. മാത്രമല്ല, റോഡിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൈലേജിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇതെല്ലാം പരിശോധിച്ച് ഇതെല്ലാം ഉറപ്പാക്കിയതിന് ശേഷം വേണം മൈലേജിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഇനി മറ്റൊരു പോരായ്മ എന്ന് പറയാനുള്ളത്, അധികമൊന്നുമില്ല എങ്കിൽ പോലും ഇതും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഇൻറ്റീരിയർ എന്നൊരു ഘടകം. ഥാർ റോക്സിൽ വെള്ള നിറത്തിലുള്ള അപ്ഹോൾസ്റ്ററിയാണ് മഹീന്ദ്ര അവതരിപ്പിച്ചത്. ഇത് SUV ക്യാബിൻ്റെ പ്രീമിയം ഫീൽ ഉയർത്തുന്നുണ്ട് എങ്കിലും ഇതേ വൃത്തിയിൽ നിലനിർത്തി പോവുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇടയ്ക്കിടെ സർവീസ് ചെയ്യാനുള്ള കാശൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ശരിയാണ്. പക്ഷേ ലോണൊക്കെ എടുത്ത് ഈ ഒരു ആഗ്രഹം മൂത്ത് ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ പിന്നെ സർവീസിനും അതുപോലെ തന്നെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കാനും ഒരുപാട് പണം ചിലവാകും. മഹീന്ദ്ര ഥാർ റോക്സ് ഒരു ഓഫ് റോഡർ കൂടി ആയതിനാൽ തന്നെ ഇൻറ്റീരിയറിലും അഴുക്കും ചെളിയും എല്ലാം ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. വൈറ്റ് ക്യാബിനാണെങ്കിലും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ കറകൾ വൃത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മഹീന്ദ്ര ഇതിന് മറുപടിയായി പറയുന്നത്. എന്നിരുന്നാലും ക്യാബിൻ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്നത് ആർക്കായാലും ഒരു മടുപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് റോക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഥാർ റോക്സിൻ്റെ മറ്റൊരു പ്രധാന പോരായ്മയായി പറയാനുള്ളത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു അപ്ഡേറ്റ് ആവശ്യമാണ്. നിലവിൽ സിസ്റ്റത്തിന് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പിന്തുണയുണ്ടെങ്കിലും മീഡിയ ഡ്രൈവിന് നൽകിയ പല കാറുകളിലും ഇവ ആക്ടിവേറ്റഡ് അല്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഡ്രൈവിൻ്റെ സമയത്ത് ആൻഡ്രോയിഡ് ഉപകരണങ്ങളുമായുള്ള കണക്ടിവിറ്റി അസ്ഥിരമായിരുന്നു. മൊബൈൽ ഫോണുകൾ ഇടയ്ക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. വയേർഡ് കണക്ഷനുകൾക്ക് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടായിരിക്കും ഉപഭോക്താക്കൾക്ക് കാർ ഒരു പക്ഷേ വിതരണം ചെയ്യുക. മഹീന്ദ്ര ഥാർ റോക്സ് അതിൻ്റെ മുൻഗാമിയെ അപേക്ഷിച്ച് നിരവധി മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വൈറ്റ് ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വെല്ലുവിളികൾ, കുറഞ്ഞ ഇന്ധനക്ഷമത തുടങ്ങിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും തയ്യാറാകണം. 12,99,000 രൂപ മുതൽ 20,49,000 രൂപ വരെയാണ് മഹീന്ദ്ര ഥാർ റോക്സിൻ്റെ ആമുഖ വില. ഇത് എക്സ്ഷോറൂം വിലയാണ്. ഇപ്പോൾ ഥാറിലെ ഫീച്ചറുകളും അതുപോലെ തന്നെ അതിൻ്റെ ലുക്കും ഒക്കെ കണക്കാക്കിയാൽ ഈ ഒരു വില വലിയൊരു വിലയായിട്ട് നമുക്ക് തോന്നില്ല. എങ്കിൽ പോലും മൈലേജൊക്കെ കണക്കാക്കുന്നവർക്ക് ഡെയിലി യൂസ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൂടി കണക്കാക്കി വേണം ഥാർ വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഥാർ റോക്സിൻ്റെ 4 വീൽ ഡ്രൈവ് വേരിയൻറ്റുകളുടെ വില മഹീന്ദ്ര ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഥാർ റോക്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ സെപ്റ്റംബറിലാണ് ആരംഭിക്കുന്നത്. ഒക്ടോബർ 3-നാണ് ബുക്കിംഗ് വിൻഡോ തുറക്കുന്നത്. മാരുതി സുസുക്കി ജിംനി, ഫോഴ്സ് ഗൂർഖ എന്നീ 5 ഡോർ ലൈഫ് സ്റ്റൈൽ SUVകളോടാണ് ഥാർ റോക്സ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്.